പ്രിയമുള്ളവരെ, എൻ്റെ കയ്യിലെ ഈ പുസ്തകം പലരുടെയും ഭവനത്തിൽ ഒരു പുസ്തകമായി മാത്രം ഇരിക്കുമ്പോൾ എനിക്കിത് വെറുമൊരു പുസ്തകമല്ല. എനിക്ക് ഇതിനെ ദൈവശബ്ദമായിട്ടും ദൈവസ്നേഹമായിട്ടും യേശു കർത്താവായിട്ടും മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശു കർത്താവ്. നമുക്ക് പിതാവായ ദൈവത്തെ, സ്വർഗത്തിലെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാൻ അതിന് വില കൊടുത്ത ഒരാളും, അവൻ്റെ പേരാണ് യേശു കർത്താവ്. യോഹന്നാൻ സുവിശേഷത്തെ പറയുന്നു, അവനെ കൈകൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശു കർത്താവിലൂടെ അല്ലാതെ ആർക്കും നമുക്ക് പിതാവിനെ അപ്പാ എന്ന് വിളിക്കുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ മാതാപിതാക്കൾ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, പെറ്റ അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഒരു നാളും നിന്നെ മറക്കത്തില്ല. ഈ ലോകത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന സകല മനുഷ്യർക്കും വരാൻ കഴിയുന്ന അവസാന സ്ഥലം നമ്മുടെ കല്ലറ വരെ മാത്രമായിരിക്കും. എന്നാൽ കല്ലറകൾക്കും അപ്പുറം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരേ ഒരാൾ യേശു കർത്താവ് മാത്രമാണ്. പിരിയാബെന്ന് സ്നേഹിക്കാൻ, ആശ്രയിപ്പാൻ, വിശ്വസിപ്പാൻ കഴിയുന്ന ഒരേ ഒരാൾ യേശു കർത്താവ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.